വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ നമ്മൾ ജൂൺ മാസത്തെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ KSEB ഐ ഉണ്ട്, അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ട്, അതേപോലെ ഓവർസിയറും ഉണ്ട്. ഓക്കെ, എക്സാം ഡേറ്റിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് വരാം. അതേപോലെ ഫൈനൽ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മിക്കവാറും നാളെ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുകൂടാണ്ട് നമുക്കൊരു സ്റ്റഡി പ്ലാനും ഉണ്ടാവും. അതായത് നമ്മുടെ KSEB ഒരു 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമുക്ക് എക്സാം ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്ന എക്സാം ഓവർസിയർ ആണ് 16/6/2023. അതിന്റെ കൂടെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട് 16/6/2023. കോമൺ എക്സാം ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അസിസ്റ്റന്റ് പ്രൊഫസർ വരുന്നുണ്ട്. അത് 20/6/2023 അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട് 30/6/2023. ഓക്കെ, അപ്പോൾ നമ്മുടെ 30/6/2022 നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം വീണ്ടും കൃത്യമായിട്ട് ഒരു വർഷത്തിന് ശേഷം 30/6/2023 അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB വന്നു. അപ്പോ കൃത്യമായിട്ട് ഒരു വർഷം അല്ലെ? ഓക്കെ, അപ്പോ ഇലക്ട്രിക്കൽ എക്സാം ഒക്കെ 36 പ്രധാനപ്പെട്ട എക്സാം ഒക്കെ അല്ലേ. അതുകൂടാണ്ട് നമ്മുടെ കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉണ്ട് 53/2022. അത് ജൂൺ മാസം വരുന്നുണ്ട്. അതേപോലെ ഇലക്ട്രീഷ്യൻ എക്സാം ഉണ്ട് 318/2022. അതേപോലെ കോമൺ എക്സാംസ് കുറെ വരുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ എക്സാം അതും ജൂൺ മാസം വരുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഡെപ്യൂട്ടി എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ കാറ്റഗറി 220/2021. അതെന്തുണ്ട് നമ്മളെ കോമൺ എക്സാം ആയിട്ട് എക്സാം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമുക്ക് സെറ്റ് ആക്കാം. അതുകൂടാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെ ഡിഗ്രി ലെവൽ 36/2022 നമ്മുടെ ഇൻസ്പെക്ടർ എക്സാമിന് നടന്ന സെയിം സിലബസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എനിവേ അത് നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് വന്ന ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് അനാലിസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.